നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നേ സാർ വന്നു കൂട്ടാ. നീ എന്ത് പണിയാ ലതിക കാണിച്ചത്? ആ രഘുവിനെ വിളിച്ചു പറയുന്നതിന് മുമ്പ് നിനക്കൊന്ന് എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഏട്ടൻ എന്താ പറയുന്ന എനിക്കറിയാം. വിനയം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടൻ അതിന് മുന്നിൽ കണ്ണടക്കുകയല്ലേ ചെയ്തേ. പകരം എന്തെങ്കിലും പറഞ്ഞ് ഏട്ടൻ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമായിരുന്നു. എന്നാൽ ഏട്ടനത് എന്നോട് പോലും പറയാതെ മൂടി വെച്ചു. സത്യം പറഞ്ഞ വിനയന്റെ ഫോണിലേക്ക് കൊണ്ടുപോയെന്ന് കേട്ടപ്പോ എനിക്ക് ആശ്വാസം തോന്നിയത്. പക്ഷെ എല്ലാം ചെയ്തു വച്ചിരിക്കുന്നതേ ലാപ്ടോപ്പിലാണെന്ന് അവൻ അവരോട് പറഞ്ഞത് കേട്ടപ്പോ അത് അവന്മാരുടെ കയ്യിൽ എത്തുന്നത് തടയണമെന്ന് എനിക്ക് തോന്നി. വിനയന് തട്ടുകേട് പറ്റുന്ന രീതിയിലൊന്നും അവൻ ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നില്ല ലതികെ. അതും അവന്മാരെ പേടിച്ചിട്ടാ. ഇതോടെ എല്ലാം നിർത്തി നല്ല രീതിയിൽ ജീവിച്ചോളാമെന്ന് അവൻ എനിക്ക് വാക്കും തന്നതാ. പക്ഷേ ഇങ്ങനൊരു തെറ്റ് അവൻ ചെയ്തു കഴിഞ്ഞ പിന്നെ ഒരിക്കലും എന്റെ മകന് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനാവില്ല ഏട്ടാ. ഇപ്പോഴും പറ്റില്ല ലതികെ. ആ ലാപ്ടോപ്പ് പോലീസിന്റെ കയ്യിലെത്തിയാൽ അതിലെ തെളിവ് വെച്ച് പോലീസ് അവനെ പൂട്ടും. അതിനുവേണ്ടി രഘുവും ദാസാറും പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. വിനയെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കട്ടെ ഏട്ടാ. ഒരു കുടുംബം അവൻ കാരണം അപമാനിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അതല്ലേ. ആ വീഡിയോ പുറത്തു വന്നാ ചീരുവിന്റെ അനിയത്തിയുടെ ജന്മം തന്നെ തൊലഞ്ഞു പോവില്ലേ ഏട്ടാ. എന്റെ മകൻ കാരണം ഇനി അങ്ങനെ ആർക്കും ഒരവസ്ഥ വരരുത്. തെറ്റൊന്നും അവൻ ചെയ്തില്ലെങ്കിൽ അവൻ തിരിച്ചു വരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ കിടക്കട്ടെ. അത് ഞാൻ സഹിച്ചോളാം. അങ്ങളെ, അമ്മാവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ശബരിയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് വേണ്ട. ഇപ്പൊ വിളിച്ച അവൾ അച്ഛൻ എവിടെയാന്ന് ചോദിക്കും. നമുക്കറിയില്ലെന്ന് പറഞ്ഞ അവൾ ആകെ ടെൻഷനാവും. അല്ല, അണ്ണൻ ദയവായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അത് ഇന്നലെ തന്നെ വീട്ടിൽ ചർച്ചയായി കാണും. ഞാൻ ഇന്നലെ പറഞ്ഞില്ല അങ്ങളെ. അമ്പിളി വിളിച്ചപ്പോ അവൾ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടാണ് സംസാരിച്ചതെന്ന്. അവൾ അപ്പൊ തന്നെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിന്ന് ദയ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതെ കാര്യം തീർക്കായിരുന്നു. ദാറ്റ്സ് റൈറ്റ്. ദയ വലിയ പ്രതിഷേധത്തില. അതാ നമ്മൾ പറഞ്ഞപ്പോ അവള് കാണണ്ടാന്ന് പറഞ്ഞ. അവളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോ അണ്ണനത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അമ്മാവൻ ചിലപ്പോ രാമനാഥൻ അങ്ങളുടെ അവിടെ കാണും. ഞാൻ ശബരിയുടെ വീട്ടിൽ പോയി നോക്കിയാലോ? ശബരിയുടെ വീട്ടിൽ പോയി നോക്കിയാല് ഇത് നമ്മുടെ ശബരിയുടെ അളിയനല്ലേ? അതെ. ഇവൻ ആബിക്കെതിരെ പരാതി കൊടുത്തേ. ഇവൻ കുടുംബത്തിൽ തന്നെ ഒരു പാരയാണല്ലോ. ആ സ്വഭാവം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ. അന്ന് ദയ ശബരിയുടെ വീട്ടിലേക്ക് വന്നത് ഇവന് ശബരിയുടെ പെങ്ങളും കൂടെ എന്തോ പറഞ്ഞിട്ടാ. ആണോ? അല്ല, രഘുവും ദാസർ എങ്ങനെ ഇവിടെ എത്തി? അനന്തമാഷ വിളിച്ചു പറഞ്ഞു കാണുമല്ലേ? എടോ, താനും തന്റെ ഭാര്യയും കൂടി വിളിച്ചിട്ടല്ലേ ദയാന്ന് അവിടേക്ക് വന്നത്? ഞങ്ങള് വരാനും പറഞ്ഞിട്ടില്ല, അവള് വരുമെന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചു എന്നുള്ളത് സത്യ രഘു. എന്തിനാ വിളിച്ച? ആർക്ക് പാറ വയ്ക്കാനാ? അത് പിന്നെ ചില കുടുംബകാര്യങ്ങൾ ദയെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എല്ലാം ദയയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു രഘു. എന്നിട്ടാണോ ദയ ഇപ്പൊ പോലീസ് കസ്റ്റഡി കഴിയുന്നത്? അത് പിന്നെ സാറേ, അവള് വന്ന് കാശ് എടുത്ത കാര്യം ഞങ്ങളോടെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ല, ശബരിയുടെ പണം ദയ എടുക്കുന്നതില് ഞങ്ങൾക്ക് ആർക്കും ഒരു ആക്ഷേപവും ഇല്ല. അത് വേറെ ആരും അടിച്ചു മാറ്റിയതെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അല്ല, നീ എന്താ തനിച്ചു വന്നത്? ശബരിയോടെ? ശബരി അനിതയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അനിതയുടെ അമ്മയെ കാണാൻ. അല്ല,
അപ്പൊ ദയ ഇറക്കാൻ ശബരി വരില്ലേ? വരുമായിരിക്കും, വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വന്നതേ അഭിജിത്തിനെതിരെ ഞാൻ കൊടുത്ത കേസ് അങ്ങ് പിൻവലിക്കാനാ. ദയ കാരണം ആ പാവം പയ്യനെ പോലീസിനെ തല്ലുകൊണ്ടത്. ഞാൻ പോയി പരാതി പിൻവലിച്ച് അവനെ ഒന്ന് ഇറക്കട്ടെ. അതിപ്പോ നടക്കുമെന്ന് തോന്നുന്നില്ല. സിയെ പുറത്തു പോയിരിക്കാം. എന്തായാലും കൂടി ചെല്ല. ആ അഭി നിങ്ങളൊന്ന് കാണാതിരിക്കാം. അല്ല, അവനെന്തിനാ എന്നെ കാണുന്നേ? അവനെ രക്ഷിക്കാനല്ലേ ഞാൻ വന്നത്. ആ ചെല്ല്. ശരി സാർ. ശബരി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? വരൂ അങ്കിൾ, അവൻ വരാതിരിക്കില്ല. ഒരു കുഴപ്പമില്ല. നീർക്കെട്ടുണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ ടാബ്ലറ്റ് കഴിച്ചപ്പോ തന്നെ പെയിൻ കുറഞ്ഞു കാണുമല്ലോ. ആ അതെ ഡോക്ടറെ, നേരത്തെ ഉണ്ടായിരുന്ന അത്ര കഠിനമായ വേദന പിന്നെ വന്നിട്ടില്ല. ഓക്കെ, ആ ടാബ്ലറ്റ് ഒന്നുകൂടെ കഴിച്ചാൽ മതി. ആ. റെഗുലർ ചെക്കപ്പ് ഇവിടെ തന്നെ നടത്താനല്ലേ ഉദ്ദേശിക്കുന്നേ? അതെ ഡോക്ടർ, ചീരുവിന്റെ ആദ്യത്തെ ഡെലിവറി എടുത്തത് ഡോക്ടർ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. സിസ്റ്റർ, ചെലങ്കയുടെ വെയിറ്റ് ഒന്ന് എടുക്ക്. ശരി ഡോക്ടർ, വന്നോളൂ. ഇങ്ങോട്ട് കയറി നിന്നു. ഇറങ്ങിക്കോ. ചെലങ്കയ്ക്ക് ആദ്യം ടിൻസ് ആയിരുന്നല്ലോ അല്ലേ? ആ അതെ ഡോക്ടർ. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോ ചെക്കപ്പിന് വന്നാ മതി. ശരി. അതുവരെ കൂടുതൽ ശരീരം ഇളക്കിയുള്ള ജോലിയൊന്നും ചെയ്യണ്ട. അതുപോലെ മെന്റലി വലിയ സ്ട്രെയിൻ വരാതിരിക്കാനും നോക്കണം. രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വലിയ സ്ട്രെയിനാ. അല്ലാതെ വേറൊന്നും മനസ്സിൽ കൊടുക്കാതിരുന്നാ മാത്രം മതി. പിന്നെ ഇപ്പോ പറയത്തക്ക പ്രോബ്ലം ഒന്നും ചെലങ്കിക്കില്ല. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നോർമൽ ഡെലിവറി തന്നെ സാധ്യമായേക്കും. തൽക്കാലം ഒരു ടോണിക് മാത്രം എഴുതിയിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ശരി ഡോക്ടർ. സിസ്റ്റർ, ശരി. നമുക്ക് പോവാം ചേരു. ശരി. ചേച്ചി നോക്കേ.